കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു യൂസ്ഡ് കാർ ഷോറൂമാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള കാസ്24. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് എപ്പോഴും നിലവിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാസ്24ൽ നിന്നാണ്. നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. രണ്ട് കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീലിംഗുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കാസ്24 സാധാരണ ഷോറൂം പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഷോറൂമാണ്. അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കാസ്24 വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിയതും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഇവർക്ക് കിട്ടിയതും. അപ്പോൾ എന്താണ് ഈ ഒരു കാസ്24ൽ മറ്റുള്ള ഷോറൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും സ്റ്റോക്ക് ഉണ്ട്. എന്നിരുന്നാലും ഷോറൂമിൽ കൊടുക്കുന്ന സർവീസുകൾ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കാസ്24ൽ നിന്ന് ഏത് വാഹനം എടുത്താലും, അതിപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള വാഹനങ്ങൾ എടുത്താലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അൺകംഫർട്ട് അതുപോലെ തന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ 7 ദിവസമോ അല്ലെങ്കിൽ 500 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് വാഹനങ്ങൾ തിരിച്ചേൽപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ എല്ലാ വാഹനത്തെ 1 മാസത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും 140-ലധികം ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ്സായിട്ടുള്ള ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. കൂടെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. എന്നിരുന്നാലും എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും എത്ര പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാലും എടുക്കാൻ വരുന്ന കസ്റ്റമർ എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്ന വാഹനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളോ നിലവിലുള്ള വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാ ചെക്ക് പോയിന്റും പാസ്സായാൽ മാത്രമാണ് ഈ യാർഡിൽ ഇതുപോലെ വാഹനങ്ങൾ ഇവർ സെയിലിന് വെക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് വാഹനം നോക്കാൻ വന്നു, വാഹനം ഇഷ്ടപ്പെട്ടു, നമുക്ക് വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഇവർ സെയിം ഡേ തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. വേറെ നൂലാമാലകളില്ല. 4 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ ഫിനാൻസും കാര്യങ്ങളും ഇവർ ചെയ്തു തരും. അതായത് നമ്മൾ വാഹനം കാണാൻ വന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാമെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് കാര്യം. പിന്നെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ വരികയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻറ്റ്, ബഡ്ജറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങി നടക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഷോറൂമിൽ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളുണ്ട്. സെഡാൻ സെഗ്മെൻറ്റ് ഉണ്ട്, ഹാച്ച് ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ SUV സെഗ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കസ്റ്റമേഴ്സിനും ധൈര്യപൂർവ്വം വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ആവശ്യമോ എന്താണെങ്കിലും നമ്മൾ വാഹനം കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ബ്രോക്കർമാരും ഡീലർമാരും വളരെ വലിയ രീതിയിൽ വാഹനത്തിൻ്റെ വില ചവിട്ടിയിട്ടാണ് വാഹനങ്ങൾ ഇവർ വാങ്ങുക. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരവും നമുക്ക് കാസ്24 മാറ്റി തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടീം, അതായത് വാഹനം നോക്കാൻ ഒരു ടീം നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് വാഹനങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വെഹിക്കിളാണെങ്കിൽ മാന്യമായ വില, നിങ്ങൾ ആഗ്രഹിക്കുന്ന വില തന്നിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകും. ഏകദേശം എല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യും. പേപ്പർ വർക്ക് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമുക്കിപ്പോൾ പേയ്മെൻറ്റ് ആണെങ്കിലും ശരി. കാസ്24ൻ്റെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഫോട്ടോസ്, അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ്, എന്തിനു പറയുന്നു ഓരോ വാഹനങ്ങളുടെ ടയർ കണ്ടീഷൻ വരെ ആ ഒരു ആപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് അതിൽ ഫോട്ടോസ് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ബുക്ക് ചെയ്യാം. വാഹനം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വരും. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ചെയ്ത് ഓക്കെ ആണെങ്കിൽ വണ്ടി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വണ്ടി കൊടുക്കാനും ഈ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റും. ഓണക്കാലമാണ്, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷോറൂമിലേക്ക് വരിക. ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിസാൻ കമ്പനിയുടെ മാഗ്നറ്റ് എന്ന് പറയുന്ന വാഹനമാണ്. XV ടർബോ ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1000 cc വെഹിക്കിളാണ്. ഈ ഒരു വാഹനം ഓടിക്കുന്ന കിലോമീറ്റർ 14,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അത്യാവശ്യം ഒരു വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 7,15,000 രൂപ. 2019 മോഡല് ഡാറ്റ്സൺ ഗോ പ്ലസ് എന്ന് പറയുന്ന വാഹനമാണ്. T ഓപ്ഷനിലാണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1200 cc വരുന്നത്. 31,200 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. 7 സീറ്റർ എന്ന് പറഞ്ഞു. ചോദിക്കുന്ന പ്രൈസ് 4,13,000 രൂപയാണ്. ലോണ് അവൈലബിൾ ആണ്. ഡാറ്റ്സൺ കമ്പനിയുടെ ഗോ പ്ലസ് എന്ന് പറയുന്ന വാഹനമാണ്. T ഓപ്ഷനിലാണ് വേരിയന്റ്. 2018 മോഡലും 19 രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 81,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 1200 cc വരുന്ന വാഹനമാണ്. 7 സീറ്റർ എന്ന് പറഞ്ഞു. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,86,000 രൂപയാണ്. ഇത് 2019 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനമാണ്. XM ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1200 cc വരുന്നത്.
96,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5,03,800 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് 2021 മോഡലിൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനമാണ്. എക്സെറ്റ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. CNG നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1200 cc വരുന്ന വാഹനം. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 76,000 കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5,64,000 രൂപയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് വാറന്റിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2019 മോഡലിൽ മഹേന്ദ്ര കമ്പനിയുടെ XUV 300 എന്ന് പറയുന്ന വാഹനമാണ്. W8 ഓപ്ഷനിലാണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 32,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6,38,000 രൂപയാണ്. ഇത് മഹേന്ദ്ര കമ്പനിയുടെ XUV 300 എന്ന വാഹനമാണ്. W8 ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,08,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 1200 cc വരുന്ന വാഹനത്തിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,64,800 രൂപയാണ്. ഒരു ലോ ബജറ്റിൽ നല്ലൊരു വാഹനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ വാഹനമാണ് ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനം. ഇത് മാഗ്ന പ്ലസ് എന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 94,900 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,62,300 രൂപയാണ്. ഇത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 28,500 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,65,000 രൂപയാണ്. അടുത്തായിട്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനമൊക്കെ നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ മാരുതിയുടെ സെലീറിയോ അതിന് പറ്റിയൊരു വാഹനം തന്നെയാണ്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ സെലീറിയോ ZXA ഓപ്ഷനിലാണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 60,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,38,500 രൂപയാണ്. അടുത്തായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനം. ഇത് 2019 മോഡലാണ്. ഇത് RXT ഓപ്ഷനിലാണ് വേരിയന്റ്. 1000 cc വരുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 68,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയറും ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,60,500 രൂപയാണ്. ഇത് റെനോൾട്ട് കമ്പനിയുടെ കൈഗർ എന്ന വാഹനമാണ്. RXZ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഡുവൽ ടോൺ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 40,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6,99,500 രൂപയാണ്. ഇത് 2023 മോഡൽ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് ആണ്. XZ പ്ലസ് ആണ് വേരിയന്റ്. അതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അതായത് ഡാർക്ക് എഡിഷൻ ആണ് വരുന്നത്. ടർബോ എന്നാണ് ഇതിന്റെ സ്പെഷ്യൽ എഡിഷന്റെ പേര് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 7,52,000 രൂപയാണ്. ഇത് 2019 മോഡലിൽ ടാറ്റ കമ്പനിയുടെ ടിയാഗോ XZ പ്ലസ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 21,300 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,76,800 രൂപയാണ്. ഇത് 2019 മോഡലിൽ ഹ്യുണ്ടയുടെ വെർണ 1.6 SX ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 84,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 7,53,000 രൂപയാണ്. ഇത് 2016 മോഡലിൽ ഹ്യുണ്ടയുടെ ക്രെറ്റ SX പ്ലസ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,04,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. 1600 cc വരുന്ന വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6,01,500 രൂപയാണ്. ഇത് 2017 മോഡല് ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. 2.0 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 91,800 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. 2000 cc വാഹനം വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 9,60,000 രൂപയാണ്. ഇത് 2022 മോഡല് ഫോക്സ് വാഗന്റെ ടൈഗൺ എന്ന് പറയുന്ന വാഹനമാണ്. ടോപ്പ് ലൈൻ ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 63,600 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. 1000 cc വരുന്ന ഈ വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 12,71,500 രൂപയാണ്.